വംശീവിഭൂഷിതകരാൽ നവനീരദാഭാൽ പീതാംബരാൽ അരുണബിംബഫലാതരോഷ്ടാൽ പൂർണെന്ദു സുന്ദരമുഖാൽ അരവിന്ദനേത്രാൽ കൃഷ്ണാത് പരം കിമപി തത്വമഹം ന ജാനേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സദ്ഗുരുഭ്യോ നമഃ. ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധം പൂർവാർദ്ധം സപ്തവിംശോധ്യായ 27-ാമത്തെ അധ്യായം. ശ്രീശുക ഉവാച ഗോവർദ്ധനേ ധൃതേ ശൈലേ ശൈലേനാണ് ധൃതേ ശൈലേ ആസാരാൽ രക്ഷിതേ വ്രജേ ഗോലോകാദാവ്രജൽ കൃഷ്ണം സുരഭി ചക്ര ഏവച. ശ്രീ സുബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറയാണ്, ഗോവർദ്ധനേ ശൈലേ ധൃതേ, ഗോവർദ്ധനമെന്ന പർവ്വതം കുടയായി പിടിച്ച് വ്രജേ ആസാരാൽ രക്ഷിതേ, ഗോകുലം പേമാരിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയപ്പോൾ ഗോലോകാൽ സുരഭി, ഗോലോകത്തിൽ നിന്ന് കാമധേനുവും ശക്ര ഏവച, ഇന്ദ്രലോകത്തിൽ നിന്ന് ദേവേന്ദ്രൻ തന്നെയും കൃഷ്ണം ആമ്രജൽ, ശ്രീകൃഷ്ണന്റെ സമീപത്തേക്ക് വന്നെത്തി കേട്ടോ. ഇന്ദ്രൻ എങ്ങനെയാണ്? ഏകാന്തത്തിലാണ്. വിവിക്ത ഉപസംഗമ്യ വ്രീഡിത കൃതഹേളന പസ്പർശ പാദയോരേനം കിരീരേനാർക്കവർച്ചസാ. കൃതഹേളന, അപരാധം ചെയ്ത ആളാണ് ഇന്ദ്രൻ. അങ്ങനെയുള്ള ഇന്ദ്രൻ വ്രീഡിത, അതിൽ ലജ്ജിതനായിട്ട് ഏനം വിവിക്തേ ഉപസംഗമ്യ, ശ്രീകൃഷ്ണനെ ഏകാന്തത്തിൽ സമീപിച്ചിട്ട് അർക്കവർച്ചസ കിരീടേന, നല്ല സൂര്യ തേജസ്സോടു കൂടിയിട്ടുള്ള കിരീടത്താൽ പാദയോ പസ്പരിശ, ആ ഭഗവാന്റെ പാദങ്ങളിൽ അങ്ങോട്ട് നമസ്കരിച്ചു. ദൃഷ്ടശ്രുത അനുഭാവോസ്യ കൃഷ്ണസ്യാമിത തേജസ നഷ്ടത്രിലോകേശമത ഇന്ദ്രാഹ കൃതാഞ്ജലി. അമിത തേജസ അസ്യ കൃഷ്ണസ്യ, അളവറ്റ തേജസ്സോട് കൂടിയിട്ടുള്ള ഈ ശ്രീകൃഷ്ണന്റെ ദൃഷ്ടശ്രുത അനുഭാവ, കേട്ടതും ഇപ്പോൾ നേരിൽ കണ്ടെത്തുമായിട്ടുള്ള ആ മഹത്വങ്ങളെല്ലാം, ആ തേജസ്സുള്ള ഭഗവാന്റെ മഹത്വങ്ങളൊക്കെ കണ്ടിട്ട് നഷ്ടത്രിലോകേശമത, താൻ 3 ലോകത്തിനും അധിപനാണെന്നുള്ള ഗർവമുണ്ടല്ലോ, അതെല്ലാം തീരെ ശമിച്ചുള്ള ഇന്ദ്ര കൃതാഞ്ജലി ആക കൂപ്പ് കൈയോടുകൂടി ഭഗവാനോട് പറഞ്ഞു. ഇവിടെ ഗോലോകം സ്വർഗം എന്നും അർത്ഥമുണ്ടെന്നാണ് മേദിനി വ്യാഖ്യാനത്തിൽ. അതുകൊണ്ട് ബ്രഹ്മവൈവർത്താദി പുരാണങ്ങളിലെ ഗോലോകല്ല. അപ്പൊ ഇന്ദ്രനും കാമധേനും രണ്ടുപേരും സ്വർഗത്തിൽ നിന്നാണ് വന്നത്. ഇന്ദ്രൗവാച വിശുദ്ധസത്വം തവ ധാമശാന്തം തപോമയം രജസ്തമസ്തം മായാമയോയം ഗുണസംപ്രവാഹോ ന വിദ്യതേ തേ ഗ്രഹണാനുബന്ധ. ഇന്ദ്രൻ പറയുകയാണ് ഭഗവാനോട്, എങ്ങനെയാണ് ഭഗവാനെ? ദ്വസ്ത രജസ്തമസ്തം, ആ രജസ്തമസ്സുകളെ മുഴുവൻ ത്യജിച്ചിട്ട് വിശുദ്ധ സത്വം, കേവലം ശുദ്ധ സാത്വിക ഭാവം മാത്രവും, തപോമയം, അതേമാതിരി തപോമയവും ശാന്തവുമാണ് തവധാമങ്ങളുടെ ഈ അവസ്ഥ. മായാമയ അഗ്രഹണ അനുബന്ധ, മായാമയമായതും അജ്ഞാനവുമായി ബന്ധപ്പെട്ടതും അയം ഗുണസംപ്രവാഹ, പ്രാകൃതിക ഗുണങ്ങളാൽ ഉടലെടുക്കാവുന്നതുമായ ഈ സംസാരബന്ധം തേന വിദ്യതേ, അങ്ങയ്ക്ക് ഉള്ളതായിട്ട് അറിവില്ല. കുതോന്നു തൽഹേതവ ഈശ തത്കൃത ലോഭാദയോ യേ ഭുതലിംഗഭാവ തഥാപി ദണ്ഡം ഭഗവാൻ വിഭർത്തി ധർമ്മസ്യ ഗുപ്തൈ ഖലനിഗ്രഹായ. അതേ കാരണം കൊണ്ട് തന്നെ, അതായത് വിശുദ്ധ സത്വം സ്വരൂപമാണ് അങ്ങ് എന്നുള്ളത് കൊണ്ട് മാത്രം, ഹേ ഈശ, അല്ലയോ സർവേശ്വര, തൽകൃത തത് ഏതവ അഭുതലിംഗഭാവ. തൽകൃത എന്ന് പറഞ്ഞാൽ ഈ മായാബന്ധത്താൽ ഉണ്ടാക്കപ്പെട്ടവയും അത് വീണ്ടും അതിന് തന്നെ കാരണമായി നിൽക്കുന്നതുമായും അബുധലിംഗഭാവ, അതായത് ഈ അബുധന്മാർ, അജ്ഞാനികളുടെ ലക്ഷണമായിട്ടുള്ളതുമായ ഈ പ്രവൃത്തികളിൽ ഈ ലോഭാവയ, കാമം, ലോഭം, മതം, അങ്ങനത്തെ എല്ലാ ഈ വികാരങ്ങളിൽ ഉണ്ടല്ലോ, അതെല്ലാം കുതന്നു എങ്ങനെ അങ്ങയ്ക്ക് ഉണ്ടാകും? അങ്ങ് കാരണം നിങ്ങൾക്ക് അതീതനായിട്ടുള്ള ശുദ്ധ സത്വസ്വരൂപീണ മായാതീതനാണ് അങ്ങ്. എന്നാൽ കൂടി തഥാ ഹി
ധർമ്മസ്യ ഗുപ്തതൈ ധർമ്മത്തിൻ്റെ സംരക്ഷണത്തിനും ഖലനിഗ്രഹായ ദുഷ്ടരെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ടും ഭഗവാനായ അങ്ങ് ദണ്ഡം വിവർത്തി ഇത്തരം ദണ്ഡോപായത്തെ ധരിക്കുന്നു. അതായത് ഇങ്ങനെ ഭഗവാനെ ഇന്ദ്രനെ ശാസിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ദണ്ഡം നൽകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ചെയ്തത് ഒരു ഖലനിഗ്രഹം എന്നുള്ള ഭാവം തന്നെയാണ്. അഹങ്കാരം നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങ് ചെയ്തത് എന്നർത്ഥം മനസ്സിലായി എന്നാണ് പറയണത്. പിതാ ഗുരുസ്ത്വം ജഗദാമധീശോ ദുരത്യയ കാല ഉപാത്തദണ്ഡ ഹിതായ സ്വേച്ഛാതനുഭി സമീകസേ മാനം വിധിന്വൻ ജഗദീശമാനിനം. ത്വം അങ്ങ് ജഗതാം പിതാ ഗുരു അധീശ അങ്ങ് ഈ പ്രപഞ്ചത്തിന് മുഴുവൻ അല്ലെങ്കിൽ എല്ലാവരുടെയും ജനയിതാവാണ്. ആദ്യത്തെ ജനയിതാവാണ് അങ്ങ്. പിന്നെയോ ഗുരുവാണ്. അതുമാതിരി എല്ലാവരുടെയും അധീശനാണ് അങ്ങ്. ദുരത്യയ കാല ആർക്കും തടുക്കാനാവാത്ത കാലശക്തിയായിട്ട് ദണ്ഡനിധിയെ അവലംബിച്ച് ജഗദീശമാനിനം തങ്ങളാണ് ലോകാധിപതിമാരെന്ന് അഭിമാനിക്കുന്നവരുടെ ആ മാനം ദുരഭിമാനത്തെ വിധിന്വൻ ദൂരീകരിച്ചുകൊണ്ട് സ്വേച്ഛാതനുഭി തൻ്റെ ഇച്ഛാനുസരണം ചെയ്തിട്ടുള്ള ഓരോ ശരീരങ്ങൾ എടുത്തുകൊണ്ട് ഹിതായ സമീകത ലോകരുടെ മുഴുവൻ ഹിതത്തിനായി അങ്ങ് നിലകൊള്ളുകയും ചെയ്യുന്നു. ഏ മദ്വിധാജ്ഞാ ജഗദീശമാനിന ത്വാം വിക്ഷ്യകാലേ ഭയമാശു തന്മദം ഹിത്വാര്യമാർഗം പ്രഭജന്ത്യവസ്മയാ ഈഹാഖലാനാം അവിധേനുശാസനം. ജഗദീശമാനിന മദ്വിധാജ്ഞ ഇങ്ങനെ ഈ ലോകാധിപത്യം തനിക്കാണ് അഭിമാനിക്കുന്ന എന്നെ പോലെയുള്ള ഈ അവിവേകികളായി ആരെല്ലാമുണ്ടോ അവർ കാലേ അഭയം ത്വാം വീക്ഷ കാലാകാലത്ത് അഭയപ്രദനായിട്ടുള്ള അങ്ങയെ കണ്ടിട്ട് തന്മതം അവരുടെ മതത്തെ ആശുഹിത്വ ഉടനെ ത്യജിച്ചിട്ട് അവസ്മയ അഹങ്കാരം മുഴുവൻ നശിച്ചവരായി ആര്യമാർഗം പ്രപഞ്ചന്തി ആ സത്തുക്കളുടെ മാർഗത്തെ വീണ്ടും അവലംബിക്കുന്നു. തേ ഈഹ അങ്ങയുടെ ഈ പ്രവൃത്തി ഖലാനാം ദുർമാർഗികൾക്ക് കൂടി അനുശാസനം ശാസനാരൂപത്തിലുള്ളത് അത്രേ എന്ന് പറയുകയാണ്. അതായത് അതാണ് ഗുരുവാണെന്ന് പറഞ്ഞില്ലേ. അതായത് എന്തെങ്കിലും തെറ്റായ മാർഗത്തിൽ ലോകാധിപന്മാരായുള്ള ദേവന്മാർ പുറപ്പെടും കൂടിയിട്ട് അങ്ങ് എന്ത് ചെയ്യണു? അങ്ങ് വന്നിട്ട് അവരുടെ അഹങ്കാരം നശിപ്പിച്ച് അങ്ങയുടെ ദർശനം കൊടുത്ത് അവരെ നേർവഴിക്ക് നയിക്കണു. അതുമാതിരി ഖലന്മാർക്ക് ദുഷ്ടന്മാരായിട്ടുള്ള ആൾക്ക് കൂടിയിട്ട് ശാസനാരൂപത്തിലുള്ളതാണ് അങ്ങയുടെ ഓരോ പ്രവൃത്തികളും എല്ലാവരെയും സന്മാർഗത്തിലേക്ക് നയിപ്പിക്കുക എന്നാണ് അങ്ങയുടെ ഉദ്ദേശം. അത് ലോകരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. സത്വം മമ ഐശ്വര്യമതപ്ലുതസ്യ കൃതാഗസസ്തേ വിദുഷപ്രഭാവം ക്ഷന്തം പ്രബോധാർഹസി മൂഢചേതസോ മേവം പുനർഭൂമവിരീശമേ അസതി. അതുകൊണ്ട് ഭഗവാനെ ഹേ ഈശാ പ്രഭോ സത്വം അങ്ങ് ഐശ്വര്യമതപ്ലുതസ്യ മൂഢചേതസ തേ പ്രഭാവം അവിദുഷ കൃതാഗസ മമ. അതായത് ഐശ്വര്യമതം കൊണ്ട് അതിലങ്ങനെ മുങ്ങിയിട്ട് മൂഢാത്മാവായിട്ട് അങ്ങയുടെ മാഹാത്മ്യം അറിയാത്തവനായിട്ട് അങ്ങയിൽ അപരാധം ചെയ്തിട്ടുള്ളതായ എന്നെ സംബന്ധിച്ച് ക്ഷന്തുമർഹസി എന്നോട് ക്ഷമിക്കണേ ഭഗവാനേ എന്നാണ് പറയണത്. കാരണം ഇനിമേലാൽ ഏവം അസതിമതി ഇനി ഒരിക്കലും എനിക്ക് ഇപ്രകാരമുള്ള ദുർബുദ്ധി മാ ഭൂൽ എനിക്കുണ്ടാവുകയും അരുത്. അതിനു വേണ്ടിയിട്ടും എന്നെ അനുഗ്രഹിക്കണം. തവാവതാരോയമധോക്ഷദേഹ സ്വയംഭരാണാം ഉരുവാരജന്മനാം ചമൂപദീനാം അവവായ ദേവ ഭവായ യുഷ്മൽ ചരണാനുവർത്തിനം. കാരണം ഭഗവാനെ ഈ അധോക്ഷജ ദേവ ഇന്ദ്രിയജ്ഞാനത്തിന് വിഷയീഭവിക്കാത്തവനും ആ ദേവനുമായിട്ടുള്ള ഭഗവാനെ ഇവിടെ തവ അങ്ങയുടെ ഈ അവതാരം സ്വയംഭരാണം സ്വയം ദേഹാദി ഭൗതിക കാര്യങ്ങൾ മാത്രം മുഴുകിയിരിക്കുന്നവരും ഉരുഭാരജന്മന ഭൂമിക്ക് താങ്ങാനാകാത്ത ഭാരമുണ്ടാക്കുന്നവരും ചമൂപതിയും ധാരാളം സൈന്യങ്ങളുടെ അധിപരുമായവരുടെ യുഷ്മൽ ചരണാനുവർത്തിനം അങ്ങയുടെ ഭവൽപാദ സേവകരായ ഭക്തരുടെ ഭവായ ഐശ്വര്യത്തിനും അത്രേ. അതായത് ഈ ഭൂമിക്ക് ഭാരം ചാടുന്ന ആൾക്കാരുടെ മുഴുവൻ നാശത്തിന് വേണ്ടിയിട്ടും അതുമാതിരി അങ്ങയുടെ പാദസേവകന്മാരുടെ ഐശ്വര്യത്തിന് രക്ഷയ്ക്കും വേണ്ടിയിട്ടാണ് അങ്ങയുടെ ഈ അവതാരം. എന്താണ് അവതാര ഉദ്ദേശം? ഈ ഭൂഭാരം വർദ്ധിപ്പിക്കുന്ന
ആ സേനാധിപതി ദുഷ്ടന്മാരായുള്ള സൈന്യനായകന്മാർക്കുണ്ടല്ലോ അവർക്കെല്ലാം ഭയം ഉണ്ടാക്കി കൊടുക്കുക. ഒപ്പം തന്നെ ആ അങ്ങയുടെ പാദസേവകന്മാർക്ക് അഭയം നൽകുക. ഇതാണ് അങ്ങയുടെ അവതാരോദ്ദേശം. നമസ്തുഭ്യം ഭഗവതേ പുരുഷായ മഹാത്മനേ വാസുദേവായ കൃഷ്ണായ സാത്വതാംബതയേ നമഃ. സ്വച്ഛന്തോപാപ്തദേഹായ വിശുദ്ധജ്ഞാനമൂർത്തയേ സർവസ്മൈ സർവബീജായ സർവഭൂതാത്മനേ നമഃ. മയേദം ഭഗവൻ ഗോഷ്ടനാശായ ആസാരവായുഭി ചേഷ്ടിതം വിഹതേ യജ്ഞേ മാനിനാതിവ്രമന്യുനാ ത്വയേശാനുഗൃഹീതോസ്മി ധ്വസ്തസ്തംഭോവൃതോദ്യമം ഈശ്വരം ഗുരുമാത്മാനം ത്വാം അഹം ശരണം ഗതാ. എന്നിട്ട് ഭഗവാൻ ഇങ്ങോട്ട് സ്തുതിക്കുകയാണ്. ആ പരമപുരുഷനും ആ ഭഗവാനും മഹാത്മാവും വാസുദേവനും കൃഷ്ണനും സാത്വതന്മാരുടെ പതിയുമായിട്ടുള്ള ആ ഭഗവാനെ അങ്ങയ്ക്ക് നമസ്കാരം. ഓരോ ശരീരങ്ങൾ അവതാരങ്ങൾ അവനവൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് സ്വീകരിക്കുന്നവനും ആ വിശുദ്ധ ജ്ഞാന സ്വരൂപം മാത്രമായിട്ടുള്ളവനും അതേമാതിരി തന്നെ സർവസ്വരൂപനായവനും പ്രപഞ്ചത്തിലെ ഓരോന്നും ഭഗവാന്റെ രൂപങ്ങളാണല്ലോ. ആ സർവത്തിനും കാരണഭൂതനായും ജീവജാലങ്ങളുടെയും ആത്മാവുമായ അങ്ങയ്ക്ക് നമസ്കാരം. അടിയന്റെ ആ യജ്ഞം മുടങ്ങിയ സമയത്ത് ഈ ദുരഭിമാനിയായിട്ടുള്ള ഞാൻ ആ കോപം നിമിത്തം ആ ഗോകുലം നശിക്കാൻ കൊടുങ്കാറ്റും പേമാരിയും ഒക്കെ വെതറി ആ അപരാധം ഞാൻ സമ്മതിക്കണു. അങ്ങനെ പരിശ്രമം വിഫലമാക്കിയതോടെ എന്തുണ്ടായി? എൻ്റെ അഹങ്കാരം മുഴുവൻ ശമിച്ചു ഭഗവാനെ. ഞാൻ അനുഗ്രഹീതനായി. ത്വയേശ അനുഗ്രഹീതോസ്മി. ഈശ്വരനും ഗുരുവും ആത്മാവുമായിട്ടുള്ള അങ്ങയെ ഞാനിതാ സർവാത്മനാ ശരണം പ്രാപിക്കണു ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് ആ ഇന്ദ്രൻ ഭഗവാന്റെ കാൽക്കൽ വീണ് സ്തുതി അവസാനിപ്പിക്കുകയാണ്. ആ സമയത്ത് ശ്രീശുഗോവാച ഏവം സങ്കീർത്തിത കൃഷ്ണോ മഘോനാ ഭഗവാനഹും മേഘഗംഭീരയാ വാച പ്രകസന്നിതമബ്രവീൽ. ശ്രീശിവബ്രഹ്മർഷി പറയാണ്, ഇപ്രകാരം മഘോനാം ഏവം ദേവേന്ദ്രനാൽ ഇപ്രകാരം സങ്കീർത്തിത സ്തുതിക്കപ്പെട്ട ഭഗവാൻ കൃഷ്ണ ഭഗവാൻ ശ്രീകൃഷ്ണൻ പ്രകസൻ മേഘഗംഭീരയാവാച ആ ഒന്ന് ചിരിച്ചുകൊണ്ട് ഇടിമുഴക്കം പോലുള്ള തൻ്റെ വാക്കിനാൽ അമും ഇതം അബ്രവീൽ അദ്ദേഹത്തോട് ഇപ്രകാരം പറഞ്ഞു. ശ്രീ ഭഗവാനുവാച മയാ തേ കാരിമഗവൻ മഖഭംഗോരുഗൃഹ്ണതാ മകനുസ്മൃതയേ നിത്യം മത്തസ്യേന്ദ്രശ്രിയാഭൃശം. ആ ഭഗവാൻ പറയാണ്, ഏ മകവൻ അല്ലയോ ഇന്ദ്ര, ഇന്ദ്രശ്രിയാ ഭൃശം മത്തസ്യതേ. ഈ ദേവേന്ദ്ര പദവി ലഭിച്ചത് കാരണം വല്ലാണ്ട് അഹങ്കരിച്ച അങ്ങയ്ക്ക് നിത്യം മധുനുസ്മൃതയെ എല്ലാ സമയവും എന്നെക്കുറിച്ച് സ്മരണ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അനുഗൃഹണത അതിൽ അനുഗ്രഹിപ്പാനായിട്ടാണ് മയാ മഖഭംഗ അകാരി ഞാൻ ഈ യാഗത്തിന് ഭംഗം ചെയ്തത്. മാം ഐശ്വര്യ ശ്രീമദാന്തോ ദണ്ഡവാണിം നപശ്യതി തം ഭ്രംശയാമി സമ്പദ്യോ യസ്യതേച്ഛമ്യനുഗ്രഹം. ഇപ്രകാരം ഐശ്വര്യ ശ്രീമദാന്ത ഐശ്വര്യം ശ്രീത്വം ഇവയാലൊക്കെ മതിച്ചിട്ട് കണ്ണു കാണാണ്ടായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ അവരെയൊക്കെ ദണ്ഡവാണിയും ദണ്ഡത്തെ ധരിച്ചവനായ മാം എന്നെ പശ്യതി കണ്ണു കാണാൻ പിന്നെ എന്നെ കാണുമോ? അവർ കാണാൻ കഴിയില്ല. അങ്ങനെയുള്ള യസ്യച യാതൊരു ആൾക്കാണോ അവരെ അനുഗ്രഹിക്കാൻ വേണ്ടി അവരെ അനുഗ്രഹിക്കാൻ വേണ്ടി ഞാൻ ഇച്ഛിക്കുന്നത് തം അയാളെ സമ്പദ്ഭ്യ ഭ്രംശയാമി അവരുടെ സമ്പത്തുകളിൽ നിന്നും ഐശ്വര്യത്തിൽ നിന്നൊക്കെ ഞാൻ അവരെ ഭ്രംശിപ്പിക്കുന്നു പറയുകയാണ്. അതെൻ്റെ ഒരു അനുഗ്രഹമായിട്ട് കരുതിയാൽ മതി. ഗമ്യതാം ശക്രഭദ്രം വാ ക്രിയതാം മേനുശാസനം സ്ഥീയതാം സ്വാധികാരേഷു യുക്തൈർവ സ്തംഭവർജിതൈ. ഹേ ശക്ര അല്ലയോ ഇന്ദ്ര, അങ്ങ് പോയാലും ഗമ്യതാം മേ അനുശാസനം ക്രിയതാം എൻ്റെ അനുശാസന നിർദ്ദേശങ്ങളൊക്കെ വേണ്ട രീതിയിൽ നടപ്പിലാക്കിക്കോളൂ. വ ഭദ്രം എങ്കിൽ ഭവാന്മാർക്ക് നന്മ വരും. സ്തംഭവർജിതൈ യുക്തൈ അതായത് അഹങ്കാരം തീരെ സ്പർശിക്കാത്ത വിധം തങ്ങളുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കണം. വാം ഭവാന്മാരാൽ സ്വാധികാരേഷു അതാത് ആൾക്കുള്ള ആ അധികാരങ്ങളിൽ സ്ഥിതി ചെയ്യുക തന്നെ വേണം. നിങ്ങൾക്ക് നൽകിയിട്ടുള്ള പ്രവൃത്തികളുണ്ടല്ലോ അതൊക്കെ വേണ്ട രീതിയിൽ ചെയ്തോളൂ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷെ അതേ സമയത്ത് തങ്ങൾക്ക് ആ സ്ഥാനം കൊണ്ടുള്ള അഹങ്കാരം ഉണ്ടാവാൻ പാടില്ല. എൻ്റെ ആ ശാസനയ്ക്ക് അധീതനായിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണ്.
അതാഹ സുരവി കൃഷ്ണം അഭിവന്ദ്യ മനസ്വിനി സ്വസന്താനൈരുവാമന്ത്ര്യ ഗോപരൂപിണമീശ്വരം. ഇങ്ങനെ ഈ സുരഭിയും ഇന്ദ്രനും കൂടി ഒരുമിച്ചിട്ടാണ് വന്നത്. എന്നാലും രണ്ടുപേരും കാര്യങ്ങൾ വെവ്വേറെയാണ്. ഇന്ദ്രൻ ജാള്യതയോടെ ക്ഷമാപണത്തിന് വന്നു. ആ സുരഭി എന്തിനാ വന്നത്? തൻ്റെ വംശത്തിന് സംരക്ഷണം നൽകിയ ഭഗവാനെ നന്ദിപൂർവ്വം ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ദേവേന്ദ്രനാണ് മാറിക്കഴിഞ്ഞപ്പോൾ സുരഭി അങ്ങോട്ട് വന്നിട്ട് എന്ത് ചെയ്തു? കൃഷ്ണം അഭിവന്ദ്യ മനസ്വിനി, മനസ്വിനിയായിട്ടുള്ള അസുഖ കാമധേനു. ഗോക്കളുടെ എല്ലാം മാതാവാണ് സുരഭി. ആ സ്വസന്താനൈരുപാമന്ത്ര്യ, തൻ്റെ സന്താനങ്ങളോടൊത്ത് ഗോപാലരൂപം ധരിച്ചു നിൽക്കുന്നവരും ഈശ്വരനുമായ കൃഷ്ണനെ അഭിവന്ദ്യ സമീപിച്ച് ഉപാമന്ത്ര്യ സംബോധന ചെയ്ത് ഇപ്രകാരം പറഞ്ഞു. സുരഭിരുവാച കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ വിശ്വാത്മൻ വിശ്വസംഭവ ഭവതാ ലോകനാഥേന സമാധാവയമച്യുത. ഹേ കൃഷ്ണ കൃഷ്ണ, മഹായോഗിൻ മഹായോഗീശ്വരനായിട്ടുള്ള ശ്രീകൃഷ്ണ കൃഷ്ണ, വിശ്വാത്മൻ വിശ്വത്തിൻ്റെ ആത്മാവേ, വിശ്വസംഭവ വിശ്വോൽപത്തിക്ക് കാരണമായവനെ, അച്യുത ഒരിക്കലും ചുതി വരാത്ത നിർവികാര ആത്മാവായിട്ടുള്ള ഭഗവാനെ, ലോകനാഥേന ഭവത ലോകത്തിൻ്റെ മുഴുവൻ നാഥനായിട്ടുള്ള അങ്ങയാൽ വയം സനാഥ ഞങ്ങളിപ്പോൾ സനാഥരായിരിക്കുന്നു എന്ന് പറയുകയാണ്. ഞങ്ങൾക്ക് രക്ഷകനായിട്ട് ഒരാളുണ്ടായി എന്ന് പറയുകയാണ്. ത്വന്ന പരമകം ദൈവം ത്വന്ന ഇന്ദ്രോ ജഗൽപദേ ഭവായ ഭവഗോവിപ്രദേവാനാം ഏ ച സാധവ. ഹേ ജഗൽപദേ, അല്ലയോ ലോകനാഥ, ത്വം ന പരമകം ദൈവം, അങ്ങ് ഞങ്ങളുടെ അടിയങ്ങളുടെ എല്ലാം ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ദൈവമാണ്. ഗോവിപ്രദേവാനാം, പശുക്കളുടെയും ബ്രാഹ്മണരുടെയും ദേവന്മാരുടെയും സാധവ ഏ, സജ്ജനങ്ങളായി വേറെ ആരൊക്കെയുണ്ടോ, തേഷാം ച അവരുടെയും ഭവായ ക്ഷേമത്തിനായി ത്വം അങ്ങു തന്നെ ന അടിയങ്ങളുടെ, അതായത് ഗോക്കളുടെ ഇന്ദ്ര ഭവ ഞങ്ങളുടെ ഇന്ദ്രനായി ഭവിച്ചാലും. ഞങ്ങളുടെ ഇന്ദ്രൻ അതാണ് ഗോവിന്ദൻ, ഗോക്കളുടെ ഇന്ദ്രൻ എന്ന അർത്ഥത്തിലാണ്. ഇന്ദ്രം നസ്ത്വാഭിഷേക്ഷ്യാമോ ബ്രഹ്മണാനോദിതാവയം അവതീർണോസി വിശ്വാത്മൻ ഭൂമേർ ധാരാവനു. ഹേ വിശ്വാത്മൻ, അല്ലയോ വിശ്വസ്വരൂപനായിട്ടുള്ള ഭഗവാനെ, ഭൂമേ ഭാരാവനുത്തയേ, ഈ ഭൂമി ദേവിയുടെ ഭാരം കളവാൻ അവതീർണ അസി നിന്തിരുവടി ഭൂമിയിൽ അവതരിച്ചവനാണ്. എങ്ങനെ? ബ്രഹ്മണാ നോദിത, ആ ബ്രഹ്മാവിനാൽ നിർദ്ദേശിക്കപ്പെട്ടതനുസരിച്ചിട്ടാണ് ഇവിടെ അവതരിച്ചത്. അങ്ങനെയുള്ള നിന്തിരുവടിയെ വയം ത്വാ ന ഇന്ദ്രം അഭിഷേക്ഷ്യാമ, അങ്ങനെയുള്ള നിന്തിരുവടിയെ ഞങ്ങളുടെ അടിയങ്ങളുടെ ഇന്ദ്രനായിട്ട് അഭിഷേകം ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ശ്രീ ശുഭവാച. ഏവം കൃഷ്ണമുപാമന്ത്ര്യ സുരഭി പയസാത്മന ജലൈരാകാശഗംഗായ ഐരാവതകരോദ്ധൃതൈ ഇന്ദ്ര സുരർഷിഭിഃ സാകം നോദിതോ ദേവമാതൃഭി അഭ്യഷിഞ്ചതദാശാർഗം ഗോവിന്ദ ഇതി ചാഭ്യതാൽ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ 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 ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. സുരഭി കാമധേനു കൃഷ്ണം ഏവം ഉപാമന്ത്ര്യ, ഭഗവാൻ ശ്രീകൃഷ്ണനോട് ഇപ്രകാരം പ്രാർത്ഥിച്ചിട്ട് ആത്മന പയസ തൻ്റെ അകിട്ടിലെ പാലുകൊണ്ട് അഭ്യഹിഞ്ചത അഭിഷേകം ചെയ്തു. ആ സമയത്തേക്ക് ദേവമാതൃഭി നോദിത, ദേവമാതാക്കളായിട്ടുള്ള അതിഥി മുതലായവരാൽ പ്രേരിതനായ ഇന്ദ്രനും സുരഋഷിഭിസ്സാകം ദേവകളോടും ഋഷികളോടും ഒന്നിച്ച് ഐരാവതകരോദ്ധൃതൈ, ഐരാവതത്തിൻ്റെ തുമ്പി കൊണ്ടുവന്ന ആകാശഗംഗയാ ജലൈ, ആകാശഗംഗയിലെ ജലങ്ങളാൽ ദാശാർഹം ശ്രീകൃഷ്ണനെ അഭിഷേകം ചെയ്തു. ഗോവിന്ദ ഇതി അഭ്യതാൽച്ച, ഗോവിന്ദൻ എന്ന് തിരുനാമം വിളിക്കുകയും ചെയ്തു. ഇവിടെ ഗോവിന്ദൻ എന്നുള്ള വാക്കിന് ഗവാം ഇന്ദ്ര എന്ന് തന്നെയാണ് ഒരർത്ഥം. പിന്നെ ഗോവിന്ദൻ എന്നുള്ളൊരു വേറെയും പല അർത്ഥങ്ങളുമുണ്ട്. എന്താണ്? മോക്ഷധർമ്മവചനാൽ ഗോവിന്ദ, എല്ലാവർക്കും മോക്ഷധർമ്മം ഉപദേശിക്കുന്നവൻ, അതുകൊണ്ട് ഗോവിന്ദൻ എന്നൊക്കെ പല അർത്ഥങ്ങൾ ഗോവിന്ദന് വേറെയുണ്ട്. തത്രാഗതാ തുംബുരു നാരദാദയോ
ഗന്ധർവവിദ്യാധരസിദ്ധചാരണ ജഗുര്യശോ ലോകമലാവഹം ഹരേ സുരാംഗന സന്നനതു മുദന്വിത. ഈ സമയത്ത് അവിടെ വന്നെത്തിയ തത്ര ആഗത തുമ്പുരു നാരദൻ മുതലായവരും ഗന്ധർവ വിദ്യാധര സിദ്ധചാരണ ഗന്ധർവന്മാര് വിദ്യാധരന്മാര് സിദ്ധന്മാര് ചാരണന്മാര് എന്നിവരും ലോകമലാപഹം ഹരേ യശ ലോകത്തിന്റെ മാലിന്യങ്ങളെ മുഴുവൻ അകറ്റുന്നതായിട്ടുള്ള ശ്രീഹരിയുടെ യശസ്സിനെ ജഗു വാഴ്ത്തി സ്തുതിച്ചു. സുരാംഗന മുത അന്വിത സന്നനൃതു ദേവസ്ത്രീകള് ആ സന്തോഷഭരിതകളായിട്ട് ആനന്ദ നൃത്തം ചെയ്യാനും തുടങ്ങി. തം തുഷ്ടുർ ദേവനികായകേതവോ വ്യവാകിരൽ ചാത്ഭുത പുഷ്പവൃഷ്ടിവി ലോകാപരം നിർവൃതിമാപ്യുവംസ്ത്രയോ ഗാവസ്തദാഗാം അനയൻ പയോദ്രുതം. ആ സമയത്ത് ദേവനികായകേതവ ദേവസമൂഹത്തിലെ മുഖ്യന്മാരെല്ലാവരും തം തുഷ്ടുവോ അദ്ദേഹത്തെ വാഴ്ത്തിക്കൊണ്ട് അത്ഭുത പുഷ്പവൃഷ്ടി വ്യവാകിരഞ്ച ആ ദിവ്യപുഷ്പങ്ങൾ അങ്ങനെ വർഷിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ പുഷ്പവർഷം നടത്തുകയും ചെയ്തു, മൂടുകയും ചെയ്തു. ലോകാത്രയ 3 ലോകങ്ങളും പരാം നിർവൃതിം ആപ്നുവൻ ആനന്ദ നിർവൃതിയെ പ്രാപിച്ചു. തഥാ ഗാവ അപ്പോൾ പശുക്കള് ഗാം പയോദ്രുതാം അനയൻ പശുക്കൾ ആ ഭൂമി എങ്ങനെ പാലുകൊണ്ട് അങ്ങനെ വീഴ്ത്തി അവിടെ ആകെ നനച്ചു എന്ന് പറയുകയാണ്. ആ സന്തോഷം കൊണ്ട് ആദ്യത്തെ ധവള വിപ്ലവമാണ് ആ സമയത്ത് ഉണ്ടായിട്ടുള്ളത്. നാനാരസൗഗാസരിതോ വൃക്ഷാസൻ മധുസ്രവാ ആകൃഷ്ടപച്യ ഔഷധയോ ഗിരയോ ബിഭ്രതുന്മണീൻ. ആ സമയത്ത് ആ ആനന്ദം കൊണ്ട് സരിത നാനാരസൗഘ അതായത് നദികളെല്ലാം പലതരത്തിലും ഉള്ള രസങ്ങളും കൊണ്ട് നിറഞ്ഞതായിട്ട് അങ്ങനെ ഒഴുകി. വൃക്ഷ മധുസ്രവാസ വൃക്ഷങ്ങളെല്ലാം പൂന്തേനങ്ങനെ ചൊരിയുന്നവയായി. ആകൃഷ്ടപച്യ ഔഷധയ കൃഷി ചെയ്യാതെ തന്നെ ധാന്യങ്ങളും ഔഷധികളൊക്കെ അങ്ങനെ സമൃദ്ധിയായിട്ട് ഇങ്ങനെ ഉണ്ടാവാൻ തുടങ്ങി. ഗിരയ ഉന്മണീൻ അഭിഭ്രൽ പർവ്വതങ്ങളങ്ങനെ ആ പുറത്തെ രത്നങ്ങളുണ്ടല്ലോ അതിനൊക്കെ പുറത്തേക്ക് അങ്ങനെ തള്ളി കൊണ്ടങ്ങനെ നിന്നു എന്ന് പറയാണ്. കൃഷ്ണേ ഭിരിക്ത ഏതാനി സത്വാനി ഗുരുനന്ദന നിർവൈരണ്യപവംസ്താത ക്രൂരണ്യഭിനിസർഗത. ഹേ താത ഗുരുനന്ദന ബ്രഹ്മർഷി പറയാണ് പരീക്ഷിത്തെ കൃഷ്ണേ ഭഗവാനെ ഇപ്രകാരം ഗോവിന്ദൻ എന്ന പേരിൽ അഭിഷിക്തനായ സമയത്ത് അഭിഷേകം ചെയ്തപ്പോൾ നിസർഗത ക്രൂരാണി അതായത് ജാത്യാൽ തന്നെ ക്രൂര സ്വഭാവമുള്ളവരാണെങ്കിലും ഏതാണി സത്വ ഈ എല്ലാ ജന്തുക്കളും നിർവൈരാണി അഭവൻ സാമാന്യേന ക്രൂര ദുഷ്ടജന്തുക്കൾ പോലും അവരുടെ ദുഷ്ടഭാവമൊക്കെ വെടിഞ്ഞ് എല്ലാവരോടും ആ മിത്രഭാവത്തിൽ ശത്രുതയൊക്കെ വെടിഞ്ഞ് മിത്രഭാവത്തിൽ അങ്ങനെ കഴിയാൻ തുടങ്ങി എന്ന് പറയുകയാണ്. ഇതി ഗോകുലപതിം ഗോവിന്ദമഭിഷിച്യ സ അനുജ്ഞാതോ യയൗ ശക്രോ വൃതോ ദേവാദിവം. ഗോകുലപതിം ഇതി ഇപ്രകാരം ഗോക്കളുടെയും ഗോകുലത്തിൻ്റെയും അധിപതിയായ ശ്രീകൃഷ്ണനെ ഇപ്രകാരം ഗോവിന്ദൻ എന്ന പേരിനാൽ അഭിഷേകം ചെയ്തതിന് ശേഷം അനുജ്ഞാത ഭഗവാനോട് യാത്രാനുമതി മേടിച്ച സചക്ര ആ ദേവേന്ദ്രൻ ദേവാദിവി വ്രത ദേവൻകളാലും മറ്റും അനുഗതനായി ദിവം യയോ സ്വർഗത്തിലേക്ക് അങ്ങോട്ട് തിരിച്ചു പോവുകയും ചെയ്തു എന്ന് പറയുകയാണ്. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ ഇന്ദ്രസ്തുതിർനാമ സപ്തവിംശോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.